2025 ഓഗസ്റ്റ് മാസത്തെ ഫലമാണ് പറയാൻ പോകുന്നത്. 2025 ഓഗസ്റ്റ് മാസം 16-ാം തീയതി വരെ ആദിത്യൻ കർക്കടകം രാശിയിലും തുടർന്ന് ചിങ്ങം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. ചൊവ്വ കന്നി രാശിയിലും ബുധൻ കർക്കടകം രാശിയിലുമാണ് ആഗസ്റ്റ് 30 വരെ. ആഗസ്റ്റ് 30-ന് ബുധൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ആഗസ്റ്റ് 10-ന് ബുധൻ്റെ മൗഢ്യവും തീരുകയാണ്. ശുക്രൻ മിഥുനൻ രാശിയിലാണിപ്പോൾ. മാസത്തിൻ്റെ ആദ്യ സമയത്ത് 20-ന് അത് കർക്കടകം രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ്. വ്യാഴം മിഥുനൻ രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിലാണ്. ആഗസ്റ്റ് 13-ന് അത് പുണർദത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. ശനി മീനൻ രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. ഈ ഗ്രഹനിലയൊക്കെ മുൻനിർത്തി ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് പൊതുവായി എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രോഹിണി നക്ഷത്രക്കാർക്ക് അനുകൂലമായ മാസമാണ് ഓഗസ്റ്റ് മാസം. കാര്യങ്ങളൊക്കെ ഭംഗിയായി തന്നെ ആസൂത്രണമൊക്കെ ചെയ്യാനും വളരെ നല്ല രീതിയിലൊക്കെ അവയെ ലക്ഷ്യത്തിലെത്തിക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. തൊഴിൽ സ്ഥലത്തും വളരെ അനുകൂലമായ അന്തരീക്ഷമൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. കൂടെ ജോലി ചെയ്യുന്നവരുടെയൊക്കെ പിന്തുണ നിങ്ങൾക്ക് ഈ മാസം ലഭിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതുമാണ്. നല്ല രീതിയിലൊക്കെ പെർഫോം ചെയ്യാനും തൊഴിൽദാതാവിൻ്റെയോ അല്ലെങ്കിൽ മേലധികാരികളുടെയോ അംഗീകാരങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. കടബാധ്യതകളൊക്കെ കൂടുതലൊക്കെ ഉള്ളവർക്ക് ഏറെക്കുറെ അതൊക്കെ വീട്ടാനും സാധിക്കുന്നതാണ്. ഇത്രയും നാളും മുടങ്ങിക്കിടന്നിരുന്ന നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ വീണ്ടും പുനരാരംഭിക്കാനൊക്കെ സാധിക്കുന്നതുമാണ്. വിവാഹം ഒക്കെ ആലോചിച്ചിട്ട് നടക്കാതിരുന്നവർക്ക് ഈ മാസം അനുകൂലമായ സമയമാണ്. ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആലോചനകളൊക്കെ വന്നു ചേരുന്നതാണ്. കുടുംബകാര്യങ്ങളിലുള്ള ശ്രദ്ധയൊക്കെ കൂടുന്നതും കുടുംബത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാനും ഒക്കെ ആകുന്നതാണ്. മക്കളുടെ പഠനകാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയമാണ്. വീട് പണിയൊക്കെ നടക്കുന്നവർക്കാണെങ്കിൽ അതിലൊക്കെ കുറച്ച് കാലതാമസങ്ങൾ പല കാരണങ്ങളൊക്കെ കൊണ്ട് ഉണ്ടായേക്കാം. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ അല്പം ശ്രദ്ധയൊക്കെ കൊടുക്കേണ്ടതാണ്. കാരണം ബിസിനസ്സിലുള്ള താല്പര്യമൊക്കെ ഓഗസ്റ്റ് മാസം കുറയാൻ സാധ്യതയുണ്ട്. കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് നല്ലൊരു മാസമാകട്ടെ ഓഗസ്റ്റ് മാസം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.